ജോക്ക് എന്ന് പറയുന്നൊരു സാധനം കൊള്ളിച്ചു പറയുന്നത് രാജാവ് വരെ അതിൽ നിന്ന് മുക്തനായിരുന്നില്ല. ഓർമ്മിപ്പിക്കലാണ് ഈ സരസമായ വാക്കുകൾ. കൈയുടെ ഏകത ഒന്ന്. ശ്രദ്ധിക്കണേ. ഇനി ഒരു ഏകത നോക്കിയട്ടെ. ഇതൊരു മൊബൈൽ ഫോണാണെന്ന് കരുത്. മൊബൈൽ ഫോണിനൊരു ഏകത നോക്കേ. കാരണം അതാണ് എക്സാമ്പിൾ പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. ഇതില്ലാത്ത ആളുണ്ട് ഇപ്പോൾ? ആരുമില്ല. ഇത് കണ്ടുപിടിച്ച ആൾ മാത്രം, ആപ്പിളിൻ്റെ ഓണർ മാത്രം. അയാളെ കൈമ്മിലില്ല ഫോണ്. അയാളെ മക്കൾക്ക് കൊടുത്തിട്ടില്ല, ഭാര്യക്കും ഇല്ല. എന്താ കാരണം? ഇത് ഭയങ്കര റേഡിയേഷൻ. അപ്പം ആരാ പറയുന്നത്? അയാളെ മക്കൾക്ക് ഫോണില്ല. അയാൾക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. നമുക്ക് ബുദ്ധിമുട്ട് അറിയാം, എന്നിട്ടും നമ്മളിത് ഉപയോഗിക്കാൻ എടുക്കാൻ കഴിയില്ല. ഫോണാണെന്ന് കരുതിയിട്ട് ഇത് ഏകത എങ്ങനെ ഇവിടെ കിട്ടുമോ നോക്കാം. ഫോണിന് നമ്മൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, നമ്മൾ ചാർജ് ചെയ്യും. വീട്ടിൽ ഇവിടേക്ക് ഒരു വീട്ടിൽ പോയാൽ കണ്ടിട്ട് ഒരണ്ടയും 5 വയറും. ജനാധിപത്യം ഇത്രയും ഐക്യം ഞാൻ വേറെ വീട്ടിൽ കണ്ടിട്ടില്ല. ഒന്ന് അമ്മൂമ്മേൻ്റെ, അത് ഉണങ്ങി ചുരുങ്ങിയ ഒരു സാധനം, അത് സ്മാർട്ട് ഫോൺ എന്നല്ല. ബാക്കി വലിയ 1 ലക്ഷത്തിൻ്റെ ഇങ്ങനെ. അപ്പോൾ ഒറ്റ ഉണ്ടെന്നാണ് വരുന്നത്. ഒരു യാത്രയിൽ ഏകത ഒറ്റ. ആ ഫോണിന് ചാർജ് ചെയ്യണം. നമ്മളെ ഫോണിൽ നമ്മൾ നിർബന്ധം. എത്ര ശതമാനം ആവണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ ഫോണിൻ്റെ ചാർജ് 100% നിർബന്ധമല്ലേ. 80 മറ്റേ കറണ്ട് പോയിട്ടുണ്ട്, 80% ആകുമ്പോൾ കറണ്ട് പോയിട്ടുണ്ട്, ദേഷ്യം വരും. അപ്പാടെ ഇലക്ട്രിസിറ്റിയിൽ വിളിക്കും. അവർ ഭയങ്കര ബളവന്മാരാണ്. പണ്ടേ ആടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബുലായാകെ ആ നമ്പർ തോടി രസ്ത. മനസ്സിലായി? നിനക്കെന്താ മനസ്സിലായി? കറണ്ട് ഇപ്പോഴൊന്നും വരില്ല. ദേഷ്യം വരും. 100% ആവണമല്ലോ, ആവണം. ഇനി നമ്മൾ റീചാർജും ചെയ്യാൻ ഒരു 250 രൂപയ്ക്ക് റീചാർജ് ചെയ്ത 28 2 GB അൺലിമിറ്റഡ് കോൾ ആണല്ലോ. അപ്പല്ലേ ഫോണിന് ഏകത വരും. ഫോണിന് ഏകത വരുന്ന എപ്പോഴാണ്? ഉപയോഗിക്കുമ്പോൾ. ഈ ഫോണൊന്ന് ചിന്തിച്ച് ഇവിടെ കൊണ്ടുവരണം, ഈ മൊബൈൽ ഷോപ്പിൽ കൊണ്ടുവരണം. നമ്മളെ ഫോൺ ഡെയിലി ചാർജ് ചെയ്യലുണ്ടോ? ഉണ്ട്. എന്നാൽ ഈ ഫോണോ? കൊല്ലത്തിൽ ഒരിക്കൽ ചാർജ് ചെയ്യണം. നിത്യേന കൊണ്ടുവന്നിട്ട് ചാർജ് ചെയ്യണം. ചാർജർ ഈ അമ്മ തന്നെ തന്നിട്ടുണ്ട്. ഇതാ പൊളിഞ്ഞിന് ചാർജർ 2 എണ്ണമാണ് പൊളിഞ്ഞിന്. അതിന് റബ്ബർ ബാൻഡെല്ലാം ഇടും നമ്മൾ, പഴയ ചാർജർ. ഇത് 2 ഒത്ത ഒരു ചാർജറായി. അതിൻ്റെ സോക്കറ്റ് ഇതാ, അതിൻ്റെ ആണിയുണ്ട് ഇടാം. അതിൻ്റെ ഉണ്ട ഇതാ, അതിൻ്റെ കുഴി ഇടിങ്ങനെ വെച്ചിട്ട് അവിടെ കയറ്റി വെക്കും. അപ്പം കണ്ണടയും. കറണ്ട് പോകുന്നതല്ല, കറണ്ട് കയറ്റാനാണ്. അങ്ങ് ചാർജാവും. 100% ആക്കറേ പിന്നെ പോകാൻ കഴിയില്ല. ഒരു 40 മതി ഒരു ദിവസത്തെ ചാർജ്. ഒരു റീചാർജും ചെയ്ത് വെച്ചിട്ട് പോകണം. റീചാർജ് എത്രയാ? ഒരു നെയ്വിളക്ക് ഒരാഴ്ചയ്ക്ക് മതി. ഒരു പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അവിടെ നിൽക്കണം. ഏകത നമ്മൾ പാഞ്ഞും വരുന്നതാണേ. പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ അർച്ചകൻ പറയുന്നത് കേൾക്കണം. ജംബുദ്വീപേ പറയുന്നത് കേൾക്കണം അയാൾ. ജംബുദ്വീപേ ഭാരതവർഷേ എന്നാ എന്നെ തുറച്ചു നോക്കുന്നു. അദ്ദേഹം പറയലതാ, ഏഷ്യ വൻകരയില് ഭാരതത്തില് ഇത് അംശം, ഈ അക്ഷാംശത്തില് ഇന്ന നക്ഷത്രജാത ഇന്ന നാമത്തിലുള്ള മകൻ അല്ലെ മകൾ വന്നിട്ടാ എന്നാണ് അർച്ചകൻ പറയും. അപ്പം അമ്മ എത്തി നോക്കും, കാണൂല. മോനും മോളും എടുത്തു പ്രദക്ഷിണം വെക്കുകയും. മെമ്പ്രാസിനോട് എന്താ പറയുക, ഇത് കഴിക്കേ, ഞാൻ പ്രദക്ഷിണം വെച്ച് തിരക്കാന്ന്, ഭയങ്കര തിരക്കാണ്. അപ്പം അമ്മ എത്തി നോക്കുമ്പോൾ പോയി 10 റുപ്യേൻ്റെ പുഷ്പാഞ്ജലി ഔട്ട്. ആടെ നിന്നിട്ട് ചാർജ് ചെയ്യുമ്പോൾ ഇത് എടുത്ത് ഗണിച്ചു അതിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് തരുമ്പോൾ നമ്മളിങ്ങ് വാങ്ങും. ഏകത. ആദ്യം എന്താ തരുക? തീർത്ഥം തരുന്നത് എല്ലാവരും യോജിച്ച് ചെയ്യേണ്ടേ. അത് പറഞ്ഞിട്ട് വിവാദമായി പോറും. അർച്ചകൻ, പ്രാർത്ഥിക്കാൻ വരുന്ന ആള്, ഈ ഇല മുറിക്കുന്ന ആള്, പൂവർച്ചിക്കുന്ന ആള്, എല്ലാം ഇദ്ദേഹം ഇങ്ങ് വന്നിട്ട് വെള്ളി കെട്ടിയ ഒരു ശംഖില്ലേ, ആ ശംഖില് വെള്ളം ഇങ്ങനെ ഒഴിക്കുകയില്ല. രാവിലെ മണിക്കിണർന്ന് എടുക്കുമ്പോൾ അത് വെള്ളമാണ്. H2O, ഹൈഡ്രജനും ഓക്സിജനും യാത്രയാണ്. 2
പ്രത്യേക വാതകങ്ങൾ ഹൈഡ്രജൻ ഓക്സിജൻ ഒരു യാത്രയിൽ ഒന്നിച്ചു H2O. അപ്പം എന്തായി? വാട്ടറായി. ആ വാട്ടർ മണിക്കിണറിൽ നിന്ന് എടുക്കുമ്പോൾ വെള്ളമാണ്. അദ്ദേഹം അതെടുത്ത് ഒരു പാത്രത്തിലാക്കി. എന്നിട്ട് തുളസി ഇല, ബാസിലസ്, ഓക്സിജൻ ഏറ്റവും പ്രവഹിപ്പിക്കുന്ന ഒരു ഇലയാണ് തുളസി ഇല. ഈർപ്പം വലിച്ചെടുക്കുന്നത് തുളസി ഇല. വായു മലിനീകരണം ഒഴിവാക്കുന്നത് തുളസി ഇല. അതുകൊണ്ടാണ് നടുമുറ്റത്തൊരു തുളസിത്തറ. അത് കാറ് തിരിക്കാൻ കഴിയാത്തതുകൊണ്ട് തുളസിത്തറ പൊളിച്ചു മാറ്റി. കാറ് തിരിക്കണ്ടേ? അപ്പം തുളസിത്തറ ഇല്ല. അപ്പം തുളസിത്തറക്ക് കണക്കുണ്ട്. വീട്ടിൻ്റെ അതേ വാസ്തുക്കാരനെ അവിടെ കുറ്റിയിടും, തൊട്ടിട്ടാടെയാണ്. അപ്പം ഈ ജലം ശംഖിലേക്ക് ഒഴിച്ച് ഈ വിരൽ വെച്ച്, ഈ വിരൽ അതാണ് ഗൃഹസ്ഥൻ്റെ വിരൽ, ആ വിരൽ വെച്ച് മന്ത്രം ചെല്ലുമ്പോഴേക്ക് അത് തീർത്ഥായി. ആ തീർത്ഥം ശംഖ് കാൽസ്യമാണ്. അതാണ് വെള്ള കളറ്. എല്ലിൻ്റെ കളറ് വെള്ളം. എല്ലിൽ ഏറ്റവും അധികം ഉള്ളത് ഇടിയുള്ളത് കാൽസ്യം. കാൽസ്യം കുറയുമ്പോഴാണ് എന്ത് വേന തുടങ്ങുന്നത്? മുട്ടുവേന. അപ്പം ഡോക്ടർ ഒരു ഗുളികയെ തരും, കാൽമാക്. അതെ. അപ്പോൾ മുത്തപ്പൻ പറഞ്ഞു, നീ ഒരു ആശുപത്രിയിൽ പോകണ്ട, ഞാനൊരു പ്രസാദം എനിക്ക് അത് കഴിച്ചാൽ മതി. ഉണക്കമുള്ള പയർ, പ്രോട്ടീൻ, പച്ച തേങ്ങ, ഈ കോമ്പിനേഷൻ കാൽസ്യം കൂടും. അപ്പം ഈ ജംഗ്ഷനില്ലേ, ജംഗ്ഷൻ്റെ ബ്ലോക്ക് കുറയും. ജംഗ്ഷൻ്റെ ബ്ലോക്ക് കുറയുമ്പം വളരെ വളരെ ക്ലിയറായി. ജംഗ്ഷനിലല്ലേ ബ്ലോക്ക്? വളപട്ടണം ജംഗ്ഷനിൽ ബ്ലോക്ക്, പുതിയൊരു ജംഗ്ഷനിൽ ബ്ലോക്ക്, താഴെ ചൊവ്വ ബ്ലോക്ക്, മേലെ ചൊവ്വ മൊത്തം ബ്ലോക്കാണ്. ഇത് ഫ്രീ ആവുന്നില്ല. ഈ ഫ്രീ ആവണ്ടിക്കൽ ഈ കാൽസ്യത്തിൻ്റെ അംശം പോകും. കറക്റ്റായിരിക്കണം, ശ്രദ്ധിക്കണേ. അത് മുത്തപ്പൻ പ്രത്യേകിച്ച് കൊടുത്തത് തെങ്ങ് കയറുന്ന ആ വിഭാഗത്തിനാണ്. കാരണം അവരക്കായി കാലും കൈയും ഇങ്ങനെ വരണ്ട്, അവരക്കാ കൊടുത്തിനത് കൂടുതൽ. എന്തൊരു സയൻറ്റിഫിക്കാന്ന് ആ സാധനം. ആ കയറ്റമില്ലേ, ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ശംഖിൽ നിന്ന് കാൽസ്യത്തിൻ്റെ അംശമുള്ള തീർത്ഥം മേലെ നിന്നിങ്ങനെ ഒഴിക്കുക. അത് ഒഴിക്കുമ്പോഴുള്ള ഒരു ഏകത കിട്ടണ്ടെങ്കിൽ വെറുതെ ഒഴിക്കുന്നതാണെങ്കിൽ വെള്ളമാണ്. ഏകത കിട്ടണ്ടെങ്കിൽ വിഷൻ ഉണ്ടെങ്കിൽ മഹാശിവന്റെ തിരുജടയിൽ നിന്ന് ഗംഗ എങ്ങനെ ഒഴുകുന്നുവോ അതുപോലെ ഈ തീർത്ഥം വരിക. അപ്പോൾ ഏടിയ പിടിക്കുക ഉള്ളം കയ്യിൽ. അപ്പോൾ ഏകത ഏടുന്ന വന്ന് ഒരു ജലം ഒഴുകി പല കൈവഴിയായി തോടിലൂടെ വന്ന് പല തോടിലെ ഒഴുകി പല പുഴയിലെത്തും. പല പുഴകൾ ഒഴുകി ഒരു കടലിലെത്തും. ഏകത നോക്കി. യാത്ര എങ്ങനെയാണ് വന്ന് അത് അരുവിയായി ഇങ്ങനെ വന്ന് തോടായി പുഴയായി കടലായി. ആ കടലാവുന്നതാ ഏകത. ഇതിങ്ങനെ വരുമ്പം ഇങ്ങനെ ഒഴിക്കുമ്പം ആ ഒഴിക്കുന്ന ബോധത്തിൽ ഇങ്ങനെ വാങ്ങുന്നത് ഉള്ളം കയ്യിലാണ്. ശ്രദ്ധിക്കണേ, ഏകത കിട്ടണ്ടിക്കുള്ള കാര്യമായി പറഞ്ഞ് ചുവടുകൾ ഓരോന്നും യാത്രയിൽ നിന്ന് ഏകതയിലേക്കാണ്. ശ്രദ്ധിക്കണം. ഇതിങ്ങനെ വാങ്ങി ശരാശരി ഭക്തൻ എന്താ ചെയ്യൽ? അങ്ങ് കുടിക്കും. വലിക്കുന്ന ഒച്ച പാപ്പിൻചേരിക്കൊക്കെ തരുവരിയ വിൽക്കുന്നു. സൂക്ഷിക്കണേ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ആദ്യം കുടിക്കരുത് എന്ന് പറയാം. എന്താ ചെയ്തിങ്ങ് വാങ്ങിയാൽ അത് നമ്മൾ ഒഴിച്ചു എടുത്തേക്ക് മൂർധാവിൽ. ഏകത. എന്താ മൂർധാവിൽ ഒഴിക്കാൻ കാരണം? യാത്ര ശ്രദ്ധിച്ചോ. ശരീരത്തിലെ യാത്ര, ചുണ്ടിൻ്റെ മേലുള്ള ബ്ലഡ് യാത്ര ചെയ്യും. എടുത്തേക്ക് മേലേക്ക്. എവിടെ വരെ? ആടുന്ന ആദ്യം അത് താഴേക്ക്. നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കണേ. ഈ ഒഴുക്ക് മേലോട്ടും താഴോട്ടും ഇല്ലെങ്കിലേ പോയി ബ്ലഡ് ക്ലോട്ടായി പോകും.
എന്നാ എന്നെ നോക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഈ ബ്ലഡ് മേലോട്ട്. ഇതാണ് വീട്ടിൻ്റെ 2ാം നിലയിലേക്ക് വെള്ളം പോകുന്നത് പൈപ്പിൽ. ഇതിൻ്റെ തിയറിയാണ്, ഈ തിയറിയാണ്. അപ്പം എന്തപ്പം ചെയ്യുക? ഈ സാധനം എടുത്തിട്ട് ഈട് വയ്ക്കാൻ കാരണം ഇതിൻ്റെ സകലമാനമായ പാച്ചലും മൂർധാവിലേക്കാണ്. അതാണ് ബ്ലഡിൻ്റെ പ്രഷർ കയറുന്നത് മൂക്കിനല്ല, തലയിലാണ്. ശ്രദ്ധിക്കണം. ഈ സാധനം ഇങ്ങനെ ഒഴിക്കുന്നത് ഈടെ വളരെ ചെറിയൊരു ദ്വാരം ഉണ്ടെന്നാണ്. അതിലേക്കൂടെ വെള്ളം ഒഴുകുമ്പോൾ ജലദോഷം വരുന്നു. ചെറിയത്, വലുതൊന്നുമല്ല. അപ്പം ഈടെ കൂളാക്കുന്നുണ്ട്, മൂർധാവ് കൂളാവും. ഈ തീർത്ഥം ഒഴിക്കുമ്പോൾ മൂർധാവ് കൂളാം. എന്താ മൂർധാവ് കൂളാവാൻ കാരണം എന്നറിയോ? രാവിലെ രാത്രി ഉറക്കത്തുള്ള ടെൻഷൻ മാക്സിമമായിട്ട് ഉറങ്ങി രാവിലെ തെളിഞ്ഞ് കുളത്ത് പോയി കുളിച്ച് കൂളാക്കി വന്നിട്ട് അതിലും വലിയൊരു ഔഷധം തലയിലേക്ക് ഒഴിക്കുമ്പോൾ ഡാഡി കൂൾ. മനസ്സിലായ? മമ്മിയും കിട്ടിയാലേ ചോദിച്ചാൽ മമ്മി ഓൾസോ കൂൾ. ഡാഡിയും മമ്മിയും കൂളാവും. വളരെ സൂക്ഷിച്ചിട്ടേ. ഞാനൊരു സ്ഥലത്ത് പറഞ്ഞു കൊടുത്തിട്ട് ഒരാൾ കിട്ടിയ പാടി ചോദിച്ചു, എല്ലാം ഒലിച്ചതായ. അപ്പം ഇയാൾ പറഞ്ഞു വെച്ചിട്ട് അപ്പോൾ ഞാൻ ഡൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈ ചെയ്യാൻ അമ്മ പറഞ്ഞില്ല. ഡൈ ചെയ്യാൻ അപ്പം ഡൈ ചെയ്യുന്നവരെന്ത് ചെയ്യണം? ലേശം തെളിച്ചാൽ മതി. അപ്പം നമുക്കെല്ലാം തെളിക്കാം നല്ലോണം, ഒരു ചൊറയുമില്ല. പക്ഷെ എന്നാലും ഡൈ ചെയ്തവർ ചെറുങ്ങനെ തെളിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകണം, അല്ലെങ്കിൽ പിന്നെ ഉള്ളേറെ മറപ്പാണ്. ലേശം ഇങ്ങനെ വെച്ച് തെളിച്ചാൽ മതി. അപ്പോൾ തെളിച്ചപ്പോൾ ബാക്കി ഉണ്ടാവുമല്ലോ. ഈ തെളിച്ചതിൻ്റെ ബാക്കി കൈ തൊടാതെ അതെടിയാ ഉള്ളിലേക്ക്. എന്തിനാ ഈ ഉള്ളിലേക്ക്? എന്തെല്ലാം യാത്രയാ പുറത്ത്, വ്യത്യസ്തമായ അവയവങ്ങളാണ്. ഉള്ളൊന്നേ ഉള്ളൂ, ഹാർട്ട്. ഒറ്റന്നേ ഉള്ളൂ. യാത്രയിൽ നിന്ന് ഏകത നോക്കിക്കോ. കൊടൽ, കിഡ്നി. ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഫങ്ഷനല്ല ഏകതയാണ്. ബാഹ്യമായത് വ്യത്യസ്തമാണെങ്കിലും ആന്തരികമായതൊക്കെ ഏകത. ആ ഏകതയെ ഊർജപ്പെടുത്താനാണ് ഈ തീർത്ഥം അംഗീകരിക്കുക. അത് ഫീല് ചെയ്ത് കഴിച്ചാൽ എഫക്റ്റ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ ഒരു വീട്ടു കൂടലിന് പൂജ നടത്തിയിരുന്നു രാവിലെ. നമ്മളെല്ലാം പങ്കെടുത്തിനെ. ബമ്പം പൂജ നടത്തി, നല്ല പുകയും കാര്യമില്ല. 5:30 ആകുമ്പോൾ ഇയാൾക്കൊരു ഫോൺ വന്നു. ഇയാൾ ഈ വലിയ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, നീ ഒരു 7 മണിക്ക് വിളിക്ക്, ഞാനൊരു ചൊറയിലാണ് ഉള്ളത്. ഞാൻ ചോദിച്ചു, അല്ല അങ്ങ് എന്ത് ചൊറയാ ഇവിടെ ആക്കിയിട്ട് പോകുന്നു? വീട്ടിൽ കൂടലാന്ന്. അത് ഞാൻ പറഞ്ഞു പോയതാ. പോരെ, പറഞ്ഞു പോയാൽ പോരെ. ഒരു വാക്ക് പോരെ. അഗ്നിയല്ലേ, മന്ത്രമെന്ന് പറയുന്നതല്ലേ. അപ്പം നമ്മളെ വിഷൻ പോലെ ഇരിക്കും ഈ കാര്യങ്ങൾ. പറയാൻ തോന്നും ചിലപ്പോൾ. അതാ ഒരു നമ്പൂരിൻ്റെ അതിര് കയ്യേറാൻ വന്നപ്പോൾ ഇയാൾ അതിരുകാരനെ വിളിച്ചിട്ട്, മുത്തപ്പ വാഹന പുത്ര, നിന്നെ ഞാൻ വിടൂല. ഓനൊന്നും തിരിഞ്ഞിട്ടില്ല. ഓൻ വൈകുന്നേരത്തെ ഓന് തിരിയുന്നതാണ്. നല്ല ഭാഷയാണ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് തെറ്റൊന്നും പറയില്ല. നല്ല വാക്കുപയോഗിച്ചാലും അതിൻ്റെ ഏകത ശ്രദ്ധിക്കണം. ഏകത എന്ന് പറയുന്ന ഒരു സാധനമില്ലേ. അപ്പം ഈ സാധനത്തിലൂടെയാണ് പിടിക്കേണ്ടത്. അപ്പം ഞാനിത് എന്തിനാ പറഞ്ഞെന്നറിയോ? ഈ കഴിക്കുന്നത് തീർത്ഥമാണ്, എൻ്റെ ഔഷധമാണ്, എനിക്കിത് ഫീൽ ചെയ്താൽ ഏകത. അല്ലെങ്കിൽ അങ്കലപ്പോ പോരാ. ഏകത അടുത്തതാ വരുന്നത്. അടുത്ത ഏകത വരുന്നത് എൻ്റെ ഹെഡ് കൂളാക്കാനാ. ചന്ദനം തരുന്നു, പ്രസാദം തരുമ്പോൾ അതിങ്ങനെ വാങ്ങണം. ഏതിലയിലാ പ്രസാദം തരുന്നത്? വാഴയില. വൈ സെഡ് എന്നാ. എന്തിനു വാഴയിലല്ലേ? എന്ത് അത് ആലോചിക്കട്ടെ. നമുക്ക് ഇടക്കൊന്ന് ഞാൻ ഈ ഏകതേനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ ആലോചിക്കാന്നറിയോ? ഏകത ചെറിയ ചെറിയ സാധനം. വാഴയിലയിൽ ഭക്ഷണം തരുന്നു, വാഴയിലയിൽ പ്രസാദം തരുന്നു. എന്താ വാഴക്ക് നമ്മളുമായിട്ട് ബന്ധം? ഒരു ചോദ്യമല്ലേ. കദളീവനത്തിൽ വിശ്രമത്തിനിരുന്ന ആഞ്ജനേയ സ്വാമികൾ കദളീവനത്തിലാണ് കിടന്നത്. ശ്രദ്ധിക്കണം. ഈ വാഴക്കൊരു പ്രത്യേകതയുണ്ട്. എന്താ വാഴക്ക്? ഏറ്റവും അധികം വൈറ്റമിൻ D3 ഉള്ളത് വാഴയില. വിറ്റാമിൻ D3 ഏറ്റവും അധികം വാഴയില. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കോ, നല്ല ചൂട് പായസം ഇലയിൽ വിളമ്പിയിട്ട് അങ്ങ് കഴിച്ചു നോക്കിയാൽ വട്ടത്തിൽ കറുപ്പാണ്. അപ്പം ആ പച്ച എടുത്തു, പച്ചത് തിന്നു.
പച്ചയെല്ലാം തിന്ന് തീർത്തോളണം, അല്ലെ ഇത് ചൊറ വരും. അപ്പൊ ഇതിങ്ങനെ ആക്കിയിട്ട് പായസം കഴിക്കുമ്പോൾ ഈ പായസത്തിൽ വിറ്റമിൻ D3 അങ്ങ് കയറി. അതുകൊണ്ട് ഉപ്പിലയിലല്ല കഴിക്കുന്നത്, വാഴയിലല്ല. അപ്പൊ വാഴയിലയിൽ ഏറ്റവും അധികം വൈറ്റമിൻ D3 ഉള്ളത്. അപ്പൊ എന്താ വൈറ്റമിൻ D3 കൊണ്ടുള്ള ഗുണം എന്നറിയോ? അനാവശ്യ ക്ഷീണമായിരിക്കും വൈറ്റമിൻ D3 കുറഞ്ഞ. മലയാളിക്ക് ഇപ്പം ഭയങ്കര കുറവാന്ന് പറയുന്നത് വൈറ്റമിൻ D3. അനാവശ്യ ക്ഷീണം തോന്നുക. രാവിലെ എണീറ്റിട്ട് ഭാര്യ സോഫയിൽ ഇരുന്നിട്ട് ഒന്നും കഴിയുന്നില്ലപ്പം, പോകും ഭർത്താവിനെ കാണുന്നില്ല, അയാൾ ഈ സോഫേൻ്റെ അടിയിലല്ല, അയാൾ 5 മണിക്കേ വീഴുന്നാണ്, ഇവര് പിന്നെയാ വീഴുന്നത്. എന്താ അവര് എന്തോ ഒരു ക്ഷീണപ്പ എന്തെന്ന്. കറക്റ്റ്. അപ്പൊ നോക്കിക്കോ, ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കോ, വൈറ്റമിൻ D3 20 കുറവായിരിക്കും. വൈറ്റമിൻ D3 എത്ര കൂടുന്നോ അത് നിങ്ങൾക്ക് ഉന്മേഷം കൂടും. അതുകൊണ്ടാണ് പണ്ട്, ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് പണ്ട് വെയിൽ കൊണ്ടത്, ആദിത്യനെ നമസ്കരിച്ചത്, ഗായത്രി ഉരുവിട്ടത്, സൂര്യനെ ബേസ് ചെയ്തിട്ടാ ഏകത ഉണ്ടാക്കിയത്. ഇന്ന് സൂര്യൻ കൊള്ളുന്നില്ല, വെയിലുള്ളുന്നില്ല, കുട്ടികളെ തീരെ കൊള്ളിക്കുന്നില്ല. കൊണ്ട കറുത്തു പോയെങ്കിൽ പിന്നെ അതിൻ്റെ കല്യാണം കഴിയാണ്ടായി പോകും. ഇത് കിട്ടിയത് ഒരു കറുത്ത് പോയിത്തൊരുത്തന്. നമ്മളിതെല്ലാം ഡീൽ ചെയ്ത് വെക്കും. അതൊന്നല്ല, വെയിൽ കൊണ്ടില്ലെങ്കിൽ ക്ഷീണം ഉറപ്പാ. അപ്പൊ ഈ വെയിൽ ഏറ്റവും അധികം വൈറ്റമിൻ D3 ഉള്ളത് വാഴയില. അതുകൊണ്ടാണ് പണ്ട് തൊടിയിലൊരു വാഴ വെച്ചത്. ഇനി വാഴക്കൊരു ഇമോഷണലായ ഐഡിയോളജി ഉണ്ട്. എന്താണെന്നറിയോ? ആ വാഴ കണ്ട ഒരു സുഖ, വാഴ മേലോട്ട് വളരും, അതിൻ്റെ കൊല താഴോട്ട്, താഴ്മതാൻ അഭ്യണ്ണതി. ഏറ്റവും ഭയങ്കര സിംബോളിക്കായ ഒരു സാധന. നിങ്ങൾ എത്ര മേലോട്ട് വളർന്നാലും ഏകത എപ്പോഴാ കിട്ടുമെന്നറിയോ? താഴോട്ട്. ഒന്ന് തല കൊലിച്ചാൽ തീർന്നു. ഇനി വാഴക്കൊല നോക്കിയിട്ടുണ്ട് എപ്പെങ്കിലും? ഒരുപാട് കായ. ഇതാ മനസ്സിലായ? ഇത് വെറും മൈസൂർ കായൊന്നുമല്ല, കദളിപ്പഴ. ഇതല്ലോ നല്ല പഴങ്ങൾ. അതൊരു കൂമ്പിലാക്കി വെക്കുക. എടാ ഏകത, ഏകത ഡിഫറൻ്റ് ആണ്, വൈവിധ്യമുള്ളതാണ് വന്നത്. അത് ചെന്നിങ്ങനെ എത്തി നിൽക്കുന്നത് ഏകത ഒറ്റയൊന്നില്ല. ആ ഏകതയാ പിടിക്കണ്ട. ആ ഏകത പിടിക്കാനാണ് ശ്രീകോവിലിൻ്റെ മേലെ ഒരു താഴികക്കുടം. താഴികക്കുടം കാണാം, 3 എണ്ണം ഇങ്ങനെ കാണാം. ബ്രഹ്മ, വിഷ്ണു, ശിവ. പിന്നെ ആത്യന്തിക പോയിന്റ്, അത് ഭയങ്കര സംഭവമായിരിക്കും. ഇറീഡിയം എന്നൊരു ലോഹം കൊണ്ട് ഉണ്ടാക്കാം. ഇറീഡിയം എന്താ? ഇറീഡിയത്തിൻ്റെ പ്രത്യേകത, ഉദയസൂര്യൻ അടിക്കുമ്പോൾ ഓക്സിജൻ, മഞ്ഞു വീഴുമ്പോൾ ഓക്സിജൻ, മഴ പെയ്യുമ്പോൾ ഓക്സിജൻ, രാവിലെ സൂര്യോദയത്തിന് മുമ്പേ ഓക്സിജൻ ഇങ്ങനെ പ്രവഹിക്കും. ആ ഇറീഡിയത്തിലെ ഓക്സിജൻ കിട്ടാനാണ് രാവിലെ വന്നിട്ട് ക്ഷേത്രത്തിന് എന്ത് ചെയ്യേണ്ടത്? പ്രദക്ഷിണം വെക്കേണ്ടത്. അതിൻ്റെ ട്രയലാണ് അമ്പലത്തിൻ്റെ മുമ്പിലുള്ള കുളം. കുളത്തിലൊന്ന് മുങ്ങിയാൽ നന്ന് വേണ്ട, ചൊറയാണ്ട, കാലും മുഖം കഴുകിയാൽ മതി. എന്താ കാരണം? മിഞ്ഞാന്ന് കുളിച്ചിനപ്പ കയ്യല്ല, തണുപ്പ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് കാലും മുഖം കഴുകിയാൽ മതി. പക്ഷെ അത് കയറിയ പാട് ഒരു അരയാല് കാണാം. ഒരരയാലുണ്ടാവും കുളത്തിന് മുമ്പിൽ. ആ അരയാല് ചുറ്റും രാവിലെ ഓക്സിജൻ. എന്താ കാരണം എന്നറിയോ? അരയാലിൻ്റെ അടുത്ത് പോയി നോക്കണം, ഇല എപ്പോൾ അനങ്ങുന്നുണ്ടാവും. ഏറ്റവും അധികം ഓക്സിജൻ പ്രവഹിപ്പിക്കുന്ന ഒരു മരമാണ് ഇത്. അത് ഓക്സിജൻ കൂടുന്നതുകൊണ്ട് അതിങ്ങനെ പിടിപെടപ്പെടുക്കുന്നത്. നിങ്ങളുടെ മക്കൾ ഓക്സിജൻ കൂടുതലാണെങ്കിൽ പിടിപെടപ്പെടുക്കും. കുരുത്തക്കേടിൻ്റെ സംസ്ഥാന ദിവസമുണ്ട്. അന്നേരം നമ്മൾ മുച്ചാട് കെട്ടിയിടും, ആനങ്ങി പോറുന്നു. അന്നേരം അത് വയലുണ്ടാവും. പായണം, പലതും അവർ ചെയ്യും. പലതും നമ്മളെ ഇതെന്തെല്ലാം ചെയ്ത് തച്ചിട്ടും എറിഞ്ഞിട്ടും പാഞ്ഞിട്ടും. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു കുട്ടീനെ അടിക്കാൻ അറിയാം, അറിഞ്ഞൂടാ, അങ്ങനെയല്ല, ഒന്നും വന്നില്ല. എല്ലാം ചെയ്യണ്ട. അവരെ ചിന്തകളാണെങ്കിൽ ഭയങ്കര. ഇപ്പം ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയോ? ഒരാളുടെ ഏകതയല്ല മറ്റൊരാളിൽ, ഒരാളുടെ ഏകതയല്ല വേറൊരാൾക്ക്. നമ്മളത് ഒരിക്കലും ശഠിക്കരുത്. ഏകത വേറെ വേറെയാ. അതുകൊണ്ട് ഇംഗ്ലണ്ടിൽ വലിയൊരു മത്സരം വെച്ചു. എന്താണെന്നറിയോ? എല്ലാ രാജ്യത്തെയും കുട്ടികളെ ബുദ്ധിശക്തി പരിശോധിക്കാൻ. ജപ്പാൻ, ജർമ്മനി, അമേരിക്ക, എല്ലായിടത്തും ആളുണ്ട്. ഇന്ത്യയിൽ നിന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പോയത് ബാക്കി സ്റ്റേറ്റ് ഒന്നും പോരാ. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് അവർക്കിന് കിട്ടിയത് അവനാ മത്സരത്തിൽ. അപ്പം ഇവൻ പോയൊന്നും ഇവൻ്റെ കൈമിലൊന്നുമില്ല. ഇവനിങ്ങനെ ഒരു മൊബൈലും ഉണ്ട് കാര്യമായിട്ട്.
ബാക്കിയെല്ലാം വലിയ കെട്ട് ബുക്കുമായിട്ടാണ് തന്നെ പഠിക്കുന്നു പോകുന്നു. ഇവങ്ങനെ ഇതെന്തെന്ന് വെച്ചാലല്ലോ പഠിക്കുന്നു. മത്സരം തുടങ്ങലും ഒരാൾ വന്ന് ആങ്കർ പറഞ്ഞു, എല്ലാവരും ഇരുത്തിയിട്ട് പറഞ്ഞു, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒറ്റ ചോദ്യം. ആദ്യത്തെ ചോദ്യം മാത്തമാറ്റിക്സാണ്. എല്ലാവരും ഇങ്ങനെ കേട്ടി. പഠിച്ച പിള്ളേർ ആദ്യം നോക്കുന്നു, ഇവനിങ്ങനെ എവിടെയല്ലോ നോക്കും. അവർ പറഞ്ഞു ഒറ്റ ചോദ്യമാണ്, ഒരാടിൻ്റെ വില 25 രൂപ, 25 rupees. 4 ആടിൻ്റെ വില എത്രയാണ്? ഇംഗ്ലീഷുകാരൊക്കെ ചിരിച്ച്, എന്ത് ചോദ്യം ഇത്, ഒരു മാസമായി പഠിക്കുന്നു മൊത്തം. ക്വസ്റ്റ്യൻ ഈസ് വെരി സിമ്പിൾ. ബ്രിട്ടൻ്റെ കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 100, 25 into 4, 100. അമേരിക്കൻ കുട്ടി പറഞ്ഞു അതേപോലെ. ജപ്പാൻ 100. എല്ലാം പറഞ്ഞു. അവസാനമുള്ളത് ഈ കേരളീയാണ്. ഓൻ ഏറ്റവും ലാസ്റ്റിലായിരിക്കുക. ചൊർക്കയില്ലാഞ്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല. ഇവനിങ്ങനെ അനങ്ങാണ്ടെന്ന് പോയാലോ, സ്റ്റാൻഡപ്പ് എത്രയാ? 25 rupees ആണെങ്കിൽ 4 ആടിൻ്റെ വില. ഇവൻ പറഞ്ഞ ചോദ്യം മനസ്സിലായിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ. മോളെ എവിടെയാ പോകുന്നു? ഓ, നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം ആലോചിക്കാനാണ്. അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോരെ. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഒരു പെണ്ണ് വൈകിട്ട് അമ്മ ചോദിച്ചു, നീ എന്താടി വൈകീന്? ലേശം ലേറ്റായിപ്പോയി. അമ്മ പറഞ്ഞ് ഇംഗ്ലീഷ് പറഞ്ഞല്ലോ. വമ്പ സംഭവം എൻ്റെ മോൾ ഇംഗ്ലീഷ് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തെന്നാണ് ഓള് പറഞ്ഞു? നീ എന്താ വൈകിയെന്ന് ചോദിച്ചാൽ ഉത്തരം ലേറ്റായി എന്നാണ്. അമ്മക്കും ഇഷ്ടമായി. തിങ്ക് ട്വൈസ്. ഓന്ന് പറയുന്നുണ്ട്, അതിൻ്റെ അർത്ഥം ആലോചിക്കാനാണ്. ഇപ്പം പറഞ്ഞ ചോദ്യം മനസ്സിലായിട്ടില്ല. അയാൾ പറഞ്ഞു എന്താ ചോദ്യം മനസ്സിലായിട്ടുണ്ട്? ഒരാടിന് 25 രൂപ, 4 ആടിന് എത്രയാണ്? ഇപ്പം പറഞ്ഞു ഒരാടിന് 25 രൂപയാണെങ്കിൽ 4 ആടിൻ്റെ വില പറയണ്ടെങ്കിൽ ആടിനെ കാണണം, എന്നാലേ പറയാൻ കഴിയും. ദിസ് ഈസ് വേദഗണിത. ഭാരതത്തിൻ്റെ വേദഗണിത അതാണ്. ഒന്നുപോലെയല്ലല്ലോ മറ്റൊന്ന്, ഒന്നുപോലെയല്ല മറ്റൊന്ന്. അതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഒന്നും കൂട്ടി യാത്രയാന്ന് വെച്ചാൽ ഇമ്മണി വലിയ ഒന്നും. ഈ ഏകത ശ്രദ്ധിക്കണേ, ഈ ഏകതയാണ് പ്രധാനം. ഞാൻ പറയുന്നത് വളരെ വളരെ ക്ലാരിറ്റിയോടെ എടുത്തിട്ട് സ്വന്തം ചെയ്തിൽ കിട്ടില്ല. ഇത് പറഞ്ഞങ്ങ് പോലെയുള്ളൂ. പറഞ്ഞു പോയാൽ പോരാ, ഇത് മറന്നു പോണ പ്രാവർത്തിയാക്കണം. 100-ൽ 1 മതി. 100-ൽ 1. 10 ആളുണ്ടാവും ഒരു നാട്ടിൽ. ആ 10 ആൾക്ക് ഇത് മനസ്സിലാവുക. അതിൽ 5 ആൾക്ക് ഫീൽ ചെയ്യും. ഇത് 2 ആള് മനസ്സിലാക്കും, ഒരാൾ വിജയിക്കും. പ്രാവർത്തിയാക്കും. അതാണ് ഇതിൻ്റെ പ്രധാനം. അത് ഞാൻ തുടങ്ങിയാൽ കിട്ടൂല. പണ്ട് അതാണ് 3 കള്ളന്മാർ ഇങ്ങനെ നടന്നു പോകുന്ന ടൗണിൽ. അപ്പോൾ ഒരു സർക്കസുകാരൻ ഇങ്ങനെ ഒരു വടിക്ക് ഒരു വലിയ കയറ് കെട്ടിയിട്ട് ഒരു ബാമ്പ സംഭവം കാണിച്ചു കൊടുക്കുകയും, ഇയാളിങ്ങനെ പടപടപടപടെ അടിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി 4 വയസ്സുണ്ടാവും, മേലെ കയറി അതിൻ്റെ മേലെ കൂടെ നടക്കുകയും, അതിൻ്റെ തലയിലൊരു പാത്രം, ഒരു ഗ്ലാസ്, അതിൻ്റെ മേലെ ഒരു ചെറുനാരങ്ങ. ഇതിങ്ങനെ ആ കയറുമ്പിലേക്ക് നടക്കുക. ആളിങ്ങനെ ഞെട്ടിത്തിരിക്കുക. അപ്പോൾ ഈ കള്ളന്മാർ ഇങ്ങനെ പോകുമ്പോൾ ഓൻ്റെ ഏകത കളവിലേക്കാണ്. ഉടനെ അതിൽ ഒരുത്തം പറഞ്ഞു, ഇത് അടിപൊളിയാന്നല്ല, ഇതിനെ നമുക്ക് വാങ്ങിയാലോ? ആ മറ്റവൻ ചാന്ദ്ര അല്ല, രാത്രി ബാങ്ക് കൊള്ളയടിക്കുമ്പോഴല്ലോ ഈനെ കയറുമ്പിലേക്ക് കയറ്റിയിട്ട് അവിടെ നിന്ന് വിളിച്ചിട്ട് പിന്നെ നമുക്ക് എളുപ്പത്തിൽ കയറാലോ. അതൊരു ഐഡിയ. നമുക്ക് ചോദിച്ചു നോക്കിയാലോ. ആ തൊണ്ടനോട് ചോദിച്ച് കുട്ടീനെ വെക്കുന്നു. വെക്കുന്നു. എത്ര? 500 രൂപയോ? 500 ഉള്ളൂ. 500. ഞാൻ നാളെ ഇതേപോലെ തന്നെ ഒന്നിനെ ട്രയൽ ആയിക്കോളൂ. അയാൾക്ക് വേഗാവും. 500 രൂപ കൂടി തീരെ മേടിച്ചു. എന്തിനാണെന്നറിയോ? ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ. ഒരു കറുത്ത വാവ് ദിവസം അർദ്ധരാത്രിയിൽ ഇനിയും കൊണ്ട് ഇവരൊരു വലിയ ടൗണിലെ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഈടി ഒരു കയറ് കെട്ടി അപ്പുറം എറിഞ്ഞു കുടുക്കി. രാത്രി 2 മണിക്ക് ഇരുട്ടല്ലേ, കുരാക്കുരിട്ട് ഇതിനെ മേലെ കയറ്റി പൊളിച്ചു നോക്കി. ഇത് കുറേ നടന്ന് പകുതിക്ക് എത്തിയേരം നടന്നു. അപ്പം ഇവർ ടോർച്ചെല്ലാം അടിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം അത് മിണ്ടുന്നില്ല. അവസാനിച്ചു, എന്താ പോവാത്ത? ഇനി തായെന്ന് മുട്ടണം, എന്നാലേ എനിക്ക് പോകാൻ കഴിയുള്ളൂ. രാത്രി 2 മണിക്ക് മുട്ടിയാലുള്ള ബുദ്ധിമുട്ട് നമ്മൾ പറഞ്ഞാൽ പറയും. മനസ്സിലാകുന്നുണ്ടാവും. അതുകൊണ്ട് ഈ മേലോട്ട് കയറാൻ ആരെങ്കിലും ബർമാജീനെ പോലെ തന്നെ ആൾ ബാക്കിൽ നിന്ന് മുട്ടിക്കൊണ്ട് നിൽക്കണമെന്ന് ചിന്തിക്കരുത്. മുട്ടിക്കൊണ്ട് നിൽക്കുന്ന പറയുമ്പോഴും ആളറിഞ്ഞു പോകും. നമ്മൾ സ്വയം കയറിയാൽ, സ്വന്തം കയറിയാൽ വിജയിച്ചു. ഏകത കിട്ടും. ചെറിയ കാര്യം ഇത്, ചെറിയ കാര്യം. അപ്പം നമ്മൾ എങ്ങനെ ഏകത കിട്ടുന്നത്?
ഈ സാധനത്തിൽ നമ്മൾ ഈ ഓക്സിജൻ പ്രവാഹത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന രാവിലത്തെ പ്രദക്ഷിണം, അരയാല് വിളകിക്കൊണ്ടേയിരിക്കും. അരയാല് രാവിലെ പ്രദക്ഷിണം, കിടന്നു നോക്കിയാൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് അരയാത്തറക്ക് ഉറങ്ങിപ്പോവും. ശ്രദ്ധിക്കണം, ഈ രാവിലത്തെ കുളിയും അരയാൽത്തറ പ്രദക്ഷിണവും അമ്പലപ്രദക്ഷിണവും ഏകതയിലേക്ക് എത്തിക്കും. ഏതിൻ്റെ ഏകത? 3 എണ്ണത്തിൻ്റെ ഏകത. ബോഡി, ശരീരം, മൈൻഡ്, മനസ്സ്, ഇൻ്റലക്ട്, ബുദ്ധി. BMI, ചിന്മയാനന്ദജി എന്നും പറയുന്ന ഒരു തിയറിയാണ് BMI തിയറി. ബോഡി, മൈൻഡ്, ഇൻ്റലക്ട്. ഈ 3ഉം വൈവിധ്യമുള്ളതാണ്. ബുദ്ധി എന്നെല്ലാം പറഞ്ഞാൽ ജാതി ബുദ്ധിയാണ്. കുബുദ്ധി ഒരു ഭാഗത്ത്, സദ്ബുദ്ധി വേറെ ഭാഗത്ത്, കുത്തിത്തിരിപ്പ് വേറെ, എന്തെല്ലാം ബുദ്ധിയാണ് പ്രവർത്തിക്കുന്ന ഒരു സെക്കൻഡ് കൊണ്ട്. മൈൻഡോ പിടിച്ചാൽ കിട്ടുന്നില്ല. മനസ്സൊരു മാന്ത്രിക കുതിരയായി പായുന്നു, മനുഷ്യൻ കാണാത്ത പാതകൾ. പേടിയല്ല ചിന്തിക്കുന്നത്. ആ ചിന്തകൾ തിരിച്ചു വരുമ്പോൾ ആദ്യം പൊട്ടുന്നു. പക്ഷെ നിയന്ത്രിക്കാൻ പോണ്ട, നിയന്ത്രിക്കപ്പെട്ടോളും. നിയന്ത്രിക്കാൻ പോണ്ട, നിയന്ത്രിക്കപ്പെട്ടോളും. അതിനെന്താ വഴി? വന്നുകൊണ്ടേയിരിക്കുക, ചെയ്തുകൊണ്ടേയിരിക്കുക, റെപ്പിറ്റേഷൻ. എൻ്റെ അടുത്ത് കൊണ്ടൊരു കുട്ടീനെ കൊണ്ടതിന് നഖം കടിക്കല്ല അവൻ്റെ പ്രശ്നം. കണക്കിൻ്റെ ക്ലാസ്സിലും കടിച്ച് ബലിച്ചിട്ട് ചോര കൂടി. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിനോട് തന്നെ അല്ല, നിങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുത്ത് ഞാൻ കുറച്ച്. അപ്പോൾ മമ്മിയും ഡാഡിയാണ്, അച്ഛനും അമ്മയൊന്നുമല്ല, മമ്മിയും ഡാഡിയും. അമ്മ സംഭവം അവരെ പുറത്തിരുത്തി കുട്ടീനെ ഉള്ളിലിരുത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ മോനെ പ്രശ്നം? ടെൻഷൻ സർ, ടെൻഷൻ. എത്രയിലാണ് പഠിക്കുന്നത്? 6th. ഓ, എന്നോട് എപ്പം കളക്ടറാവണം എന്ന് പറയും, എന്നിട്ട് പിന്നെ പിറ്റേന്ന് പറയും ഡോക്ടറാവണം. എനിക്കൊന്നും തിരിയുന്നില്ല. പിറ്റേന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എൻജിനീയറിങ് പാസ്സായിട്ട് പത്രത്തിൽ കണ്ടു. അന്നേരം നീ ഇനി എൻജിനീയർ ആയിട്ടാണ്. ഞാൻ ശരിക്കും എനിക്ക് എന്നാവട്ടെ, എനിക്കൊന്നും ആവട്ടെ. അതായി ടെൻഷൻ കടിക്കുന്നു. ഇനി ഇങ്ങനെ കുത്തിത്തിരിപ്പാക്കിയിട്ട് എന്തെന്ന് ചെയ്യുക? അതിന് ജീവിക്കാൻ പെടൂലല്ലോ. അപ്പം എന്തപ്പോൾ സംഭവം? അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ പുറത്തിരിക്കാൻ മോനെ. എന്നിട്ട് അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അവൻ്റെ നാങ്കടിയെല്ലാം പോകും. എന്താ വഴി? ഞാൻ ഒരു വഴിയുള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. അവന് ഈ നാടയില്ലാത്തൊരു ബോക്സർ ട്രൗസർ മേടിച്ചു കൊടുക്കും, ബർമൂഡ. ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നത്. വാട്ട് എ ഫൂളിഷ് സജഷൻ. ആ പെണ്ണുങ്ങളാണ് പറയുന്നത്, ഇംഗ്ലീഷേ പറയുന്നത്. ഞാൻ പറഞ്ഞു, യു മേ സീ ഇറ്റ് ആഫ്റ്റർ 1 week യു ജസ്റ്റ് റിംഗ് ഓഫ് മീ എല്ലാം പറഞ്ഞു. കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഞാൻ അന്ന് വന്ന പെണ്ണുങ്ങളാണ്. ഓ, ഞാൻ മനസ്സിലായി, എന്നാ പ്രശ്നം? എല്ലാം ക്ലീനായി, എല്ലാം മാറി. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ട്രൗസർ പിടിച്ച് പൊന്തിക്കാലേ ഓന് ടൈമുള്ളൂ. 2 കൈ എൻഗേജ്ഡ് ആണ്, അല്ലെങ്കിൽ നാണം കിട്ടുമല്ലോ. അപ്പൊ ഇവൻ എല്ലാ സമയം ഇതിങ്ങനെ പിടിച്ചെടുക്കും. ഓനെ ഏത് മറന്നു. വെനവർ യു ആർ ടെൻസ്ഡ്, ടെൻഷൻ ആവുമ്പം ടെൻഷനെ പറ്റി ചിന്തിക്കാതെ ഈടെ വന്നിട്ട് എല്ലാം ഈടെ കൊടുക്കലാണ്. അമ്മേ ഒന്ന് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാധനമല്ലേ, അതാണ് ഈ മെസ്സേജ് വാഷ് ഔട്ടായി ഡിലീറ്റ് ആവും. അപ്പോൾ ഫ്രീ ആവും. ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാലോ, പുഴ വറ്റിയിട്ട് നായി വന്ന് കടിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന കുഴപ്പമാവും. കടിക്കാൻ വന്ന അമ്മ രക്ഷിക്കണേ എന്ന് പറയാം. ശ്രദ്ധിക്കണം. അതിപ്പോൾ നിങ്ങൾ വയനാട്ടിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? വയനാട്ടിൽ കർണാടക ബ്രാഹ്മണന്മാർ വയനാട്ടിലേക്ക് ബത്തേരിക്ക് പോകുമ്പോൾ അവരെ വണ്ടിക്കടുത്തേക്ക് ഒരു ആന, കാട്ടാന ഇങ്ങനെ വരിക. മനസ്സിലായ? അപ്പോൾ ഈ അതിൽ എല്ലാവരും കൂടി ഒന്നിച്ച് മന്ത്രം ചൊല്ലി, ഗണാനാം ത്വാം ഗണപതി ഹവാമഹേ, ഇങ്ങനെ ചൊല്ലിയപ്പോൾ ആന കുറേ നിന്നിട്ട് ഒറ്റ പാച്ചൽ. അങ്ങനെ സംഭവം. അതിൻ്റെ കാരണം ഇവരെ സംബന്ധിച്ച് ഇവർ മന്ത്രം ചൊല്ലി. ആനേനെ സംബന്ധിച്ചിട്ട് ഈ തേനീച്ച വരുന്ന ഒച്ചയാണ് കിട്ടിയ. ഓ ആന എന്ന് പറയുമ്പോൾ ഇല്ലേ, ആനന്റെ ചെവിയിൽ ഈ തേനീച്ചയുടെ ഒച്ച ആന പറഞ്ഞിട്ട് ഇവര് പറഞ്ഞു മന്ത്രശക്തി ആയിരിക്കാം, ആന പറഞ്ഞു അല്ലേ അല്ല. ഇതെങ്ങനെയാ ഇതിന്റെ ഏകത വരുന്നതെന്ന് രക്ഷപ്പെടല. ദൈവം കാത്തു ദൈവം കാത്തു. നമ്മൾ എങ്ങനെ ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏകത നമ്മളിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് പറ്റും. അതിനെന്താ വഴി? പുലരും ഉണരണം. വേറെ ഒരു കോംപ്രമൈസും ഇല്ല. നാളെ മുതൽ ഇനി മേലാലിയാൾ വിളിക്കുകയും ചെയ്യണ്ട, വരുമില്ല.
വളരെ റിസ്കിയാണ്, എളുപ്പമല്ല. എളുപ്പമല്ല. 3:30 എണീക്കുന്നുണ്ട് അല്ലേ? മഹാഭാഗ്യം എന്ന് പറയാം. ബ്രാഹ്മ മുഹൂർത്തത്തിലെ ഉണരൽ എന്ന് പറഞ്ഞാൽ അതിലപ്പുറമൊന്നുമില്ല. പുലരും മുമ്പുണരണം, ഉണർന്നാലേറ്റിരിക്കണം. യാത്രയാണ്. ഇരുന്നാൽ കണ്ണടച്ചുള്ളിൽ പരദൈവത്തെ ഓർക്കണം. അച്ഛനെ കാണണം മുന്നിൽ. അച്ഛനില്ലെങ്കിൽ അച്ഛനെ ഓർമ്മിക്കാം. അമ്മയെ തൊഴുതിയിടണം. വെളുക്കുമ്പോൾ കുളിക്കണം. സൊല്ലക്കല്ലാണ്ട് ഇയാൾ വെക്കൂല. വെളുക്കുമ്പോൾ കുളിക്കണം, വെളുപ്പുള്ളതുടുക്കണം. ഏകത. ഡിഫറൻറ്റ് യാത്രയിൽ വന്ന് തളർന്നുറങ്ങിയിട്ട് രാവിലെ ഉണർന്ന് മെല്ലെ എണീറ്റിരുന്ന്, എണീറ്റ് ഓർഡർ മെല്ലെ വലതുഭാഗം തിരിഞ്ഞ് എഴുന്നേറ്റ്. അപ്പം എന്താ ഇടതുഭാഗം തിരിഞ്ഞെണീറ്റാൽ? വലത്തോറും തിരിഞ്ഞെണീക്ക് മക്കളേതല്ലേ പണ്ട് പറഞ്ഞു തന്നത്. സയൻസ് പഠിച്ചതിന് അവരില്ല. വലതുഭാഗം തിരിഞ്ഞെണീക്കാൻ പറയാൻ കാരണം ഇടതുഭാഗത്താണ് നമ്മുടെ പോക്കറ്റോ ഹൃദയം. പോക്കറ്റോ അതെ, ഹൃദയം. ആ ഹൃദയത്തിന് ബലം കൊടുത്ത് എണീക്കുമ്പം ഈ ഹൃദയത്തിൻ്റെ ധമനികൾക്ക് ബലം വന്ന് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വലതുഭാഗം തിരിഞ്ഞെണീക്കാൻ പറഞ്ഞു. എണീറ്റപാട് നിൽക്കാൻ പറഞ്ഞോ? പാടില്ല, ഇരിക്കണം. ഏകത. ഇരുന്നാൽ എന്ത് ചെയ്യണം? ചാടി എണീക്കണ്ട, കണ്ണടക്കുക. അപ്പോൾ രാത്രി മുഴുവൻ എന്താ ചെയ്തിന്? ഉറങ്ങുമായിരുന്നു. പക്ഷെ കണ്ണടക്കുന്നത് അറിഞ്ഞുകൊണ്ടുള്ള ഏകത. ഉള്ളിൽ ഈ ദേവതയെ ഓർമ്മ, ഗോഡ് ഓർമ്മിക്കുക. ഗോഡ് എന്നുള്ള വാക്ക് ജി ജനറേറ്റർ, ഉണ്ടാക്കുക. ഓ ഓർഗനൈസർ, നിലനിർത്തുക. ഡി ഡിസ്ട്രക്ടർ, ശിവ. ബ്രഹ്മ വിഷ്ണു ശിവ. ഇന്ന് രാവിലെ എണീറ്റാൽ 3 കാര്യം ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാണ്ടാവും. രാവിലെ 10 മണിക്ക് ഒരാൾ 3000 റുപ്യ കൊണ്ടു തന്നു, ഉണ്ടായി. അത് വൈകുന്നേരം 4:30 വരെ നിലനിന്നു. 5 മണിക്ക് കുറിൻ്റെ ഒമ്പന്ന് പിടിച്ചു വച്ചിട്ട് പോട്ടു, തീർന്നു. നേരാ പറഞ്ഞ കഷ്ടായി. ഈ ഗോഡ് എന്നുള്ളത് രാവിലെ ഓർമ്മ. ഈ 3 പ്രക്രിയ വരും. അപ്പം എന്നെ ഏകതയിലെത്തിക്കണേ. ഏകത എന്ന് പറയുന്ന അപ്പം എന്താ? കൂളായിട്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക. കൂളായിട്ട് പേഷ്യൻസ് കാണിച്ചിട്ട് പരിഹരിക്കാൻ പറ്റുക. അല്ലേ ടെൻഷനായി പോകുന്നു. വലിയ പ്രശ്നമായത്. ആര് പറഞ്ഞാലും. കാശിയിലൊരു സ്വാമി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അഗ്രഹാരത്തിനൊരു കരച്ചൽ. അപ്പോൾ ഒരാൾ പറഞ്ഞു, അങ്ങ് ഒരു കുട്ടി മരിച്ചിട്ട്. സ്വാമിജി പറഞ്ഞു, അനങ്ങാണ്ടിരിക്കും. മരണം എന്ന് പറ്റിയൊരു സാധനമില്ല. കൂട് വിട്ട് കൂട് പോലെ 4 ശ്ലോകവും എല്ലാവരും അനങ്ങാണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വാമീൻ്റെ പ്രഭാഷകൻ്റെ അഗ്രഹാരത്തിനൊരു കരച്ചൽ. ഞാൻ പറഞ്ഞു, എന്നാ അത് പ്രഭാഷകൻ്റെ കുട്ടി വെച്ചു, ഇയാൾ എണീക്കൽ ഓട്ടും. അപ്പോൾ ആൾക്കാർ ചെടിയ പറയുന്നത്, അത് എൻ പിള്ളേ, ഇത് നിൻ പിള്ളേ. ഇതിപ്പോൾ തീർന്നു പോയത് എൻ്റെതാ, അതുകൊണ്ട് പായാണ്ട് കഴിയില്ല. നിൻ്റെത് എന്ത് കൈക്കൂട്ട്. അതുകൊണ്ടെന്നാ നമ്മൾ ഈ ആലോചിച്ച് നോക്കേണ്ടത്. ഇത് വളരെ ടഫാണ്, പറയാൻ കഴിയില്ല. ടഫാണ്. പക്ഷേ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റും. ചെയ്യണം. സാധിച്ചെങ്കിൽ നല്ലത്. അതാണ് കഴിഞ്ഞ ദിവസം കണ്ടിട്ടില്ലേ, ഒരാളോട് തിരുവനന്തപുരത്ത് നിന്ന് ചാനലുകാർ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ മദ്യപിക്കും? നല്ലോണം മദ്യപിക്കും. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നു? അതെന്നെ സൺഡേ ക്ലാസ് പഠിപ്പിച്ചത് മദ്യം ശത്രുവാണ്. മദ്യം ശത്രുവാണ്. പിന്നെന്തിനാ അതിനെ കഴിക്കുന്നത്? അപ്പാടെ തന്നെ അച്ഛൻ പറഞ്ഞു തന്ന്, ശത്രുവിനെ നീ നല്ലോണം സ്നേഹിക്കണം. ഞാൻ സ്നേഹിച്ചു കൊല്ലു ഇന്ന് ഞാൻ. അപ്പൊ ഏതാ ശരി? അമ്മ. ഈ വളച്ചൊടിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ടോ? എന്നാൽ വേണം. പറ്റും. സാധിക്കോ? ശ്രമിക്കണം. ഏതിലേക്കാ പോണ്ടേ? ഏകതയിലേക്ക് പോകണം. ഏകതയിലേക്ക് പോകുമ്പോഴുള്ള പ്രത്യേകത, യാത്ര വലുതായിരിക്കും അല്ലേ? പുതിയൊരു ടൗണിൽ മാഗ്നറ്റിലെത്തേണ്ട ഇലയും പോവാ, മണ്ഡപത്തിൻ്റെ ഇലയും പോവാ, വള്ളിക്കുളം വഴി പോവാ, വളവട്ടണം വഴി പോവാ. എന്നാൽ എവിടെ എത്തും? മാഗ്നറ്റിലെത്തും. അതിൻ്റെ ഇപ്പുറത്തി പോകണം.
വാഗനറിലെത്തി നല്ല പൊറോട്ടയിലും കഴിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ചാടല്ല, ആടിയെത്തും. എങ്ങനെയെല്ലാം എത്തുക? എവിടുന്നല്ലോ പറഞ്ഞിട്ട് വരും. ഈ സാധനം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ അന്തസത്ത. അപ്പം ഏകത എന്ന് പറയുന്നത് വ്യത്യസ്തതയിൽ നിന്ന് ഒന്നിലേക്കുള്ള യാത്രയാണ് ഏകത. വ്യത്യസ്തതയിൽ നിന്ന് ഒന്നിലേക്കുള്ള യാത്രയാണ് ഏകത. 5 വിരലുകൾ ഒരു കൈയിൽ ഒതുങ്ങുന്നത് ഏകത. വ്യത്യസ്ത അവയവങ്ങൾ പുറത്തു ബാഹ്യമാണെങ്കിലും ആന്തരിക ഹൃദയം ഒന്ന്, ഏകത. നവഗ്രഹങ്ങൾ ഇങ്ങനെ കറങ്ങുന്നു, പക്ഷെ ഒരു സൂര്യനെ കേന്ദ്രീകരിച്ച് കറങ്ങുന്നു, ഏകത. ക്ലാസ്സിൽ 40 കുട്ടികളുണ്ട്, അവർക്ക് ഒരു ലീഡർ, ഏകത. സ്കൂള് വിട്ടിട്ട് പോകുമ്പോൾ ചൊല്ലുന്നു എന്തെന്ന്? ജന ഗണ മന അധിനാൻ. ഇതാ ചെല്ലുന്നു. കുട്ടികളൊന്നും കാണുന്നില്ല, എല്ലാവരും പരീക്ഷ ജനഗണമന. എത്ര കൊല്ലം സ്കൂളിൽ നിന്ന് ചൊല്ലി. ചൊവ്വ സ്കൂളിൽ പോയപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു കുട്ടികളോട്, ജനഗണമേൻ്റെ അർത്ഥം എന്താ? മിണ്ടുന്നില്ല, മരിച്ച വീട് പോലെ. ഹെഡ് ടീച്ചറോട് ചോദിച്ചു പറഞ്ഞു കൊടുക്കണ്ടേ ടീച്ചർ ജനഗണ? അന്നേരം അവർ ചെവിയിൽ എങ്ങനെയാ പറഞ്ഞു കൊടുക്കേണ്ടത്? ജേഹേ ചെല്ലുമ്പോഴേക്ക് പിള്ളേർ വീട്ടിലെത്തി. ജന ഷൂട്ട് ഗണ ബാഗെടുത്ത് മന കൊട്ടയെടുത്ത് ജേഹേ എന്ന് പറഞ്ഞ ടീച്ചർ ഊതിയിട്ടാ പോയി. ഇതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് കുട്ടിയൊക്കെ അറിയോ? ഇല്ല. ഏകത കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ പണ്ടേ പറഞ്ഞതിന് ജനഗണമന എന്നാ പറഞ്ഞ എന്താ? സ്കൂൾ വിട്ടിട്ട് പോകാനുള്ള പെർമിഷൻ. ആണെങ്കാണ് ജന ഏകതയാണ്. ജനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരേപോലെ ചിന്തിക്കുന്ന, ഒരുമിച്ചിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, ഒരുമിച്ച് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് ജനം. ഇതാണ് ജനം. ഇവിടെ നാട്ടിൽ എത്രയാളുണ്ട്? എല്ലാവരും വന്നുവാ? വരണമെന്നില്ല. യു ആർ ഇൻ ക്യൂ. വി, ഞാനോ യു വേണ്ട, വി ആർ ഇൻ ക്യൂ. നമ്മൾ ക്യൂല. അതാണ് എല്ലാവരും വന്നിട്ടില്ല. ജനങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ജനല്ല. ഇത് ജനം. അവർ ഗണ, കൂട്ടത്തോടെ ഏകത. ഈടിപ്പോൾ പല വീട്ടിൽ നിന്നുള്ളവരില്ലേ, പല മനസ്സുള്ളവരില്ലേ, പല ആശയങ്ങളുള്ളവരില്ലേ, പല ചിന്തകളുള്ളവരില്ലേ, പല ഡ്രസ്സിലുള്ളവരില്ലേ, പല രീതിയിലുള്ളവരുണ്ട്. പക്ഷെ ഈടെ ഇരിക്കുമ്പോൾ നാമെല്ലാം ഒന്നാണ്. ഏകത.